വി.പി. തുരുത്ത് പാലം സന്ദർശിച്ച മന്ത്രിയും കളക്ടറും. യാത്രാപ്രശ്നത്തിന് പരിഹാരമായി പുതിയ രൂപരേഖ. ദേശീയപാത 66 നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂർ വി.പി. തുരുത്ത് നിവാസികളുടെ ആശങ്കയ്ക്ക് പരിഹാരമാകുന്നു. റോഡ് നിർമ്മാണം മൂലം നാട്ടുകാരുടെ വഴി അടയുമെന്ന പരാതി പരിശോധിക്കാൻ കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷും ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രനും പ്രദേശത്ത് സന്ദർശനം നടത്തി. നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ പാലത്തിന്റെ ഉയരം വളരെ കൂടുതലായതിനാൽ ജനങ്ങളുടെ പരമ്പരാഗത പാത അടഞ്ഞുപോകുമെന്ന ആശങ്കയാണ് പ്രദേശവാസികൾക്കുള്ളത്. എന്നാൽ നാട്ടുകാർക്ക് കൊടുങ്ങല്ലൂർ, എറണാകുളം ഭാഗങ്ങളിലേക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിനായി സർവീസ് റോഡിലേക്ക് പ്രവേശിക്കാനും പുറത്തു കടക്കാനും പ്രത്യേക എൻട്രി എക്സിറ്റ് സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പുതുക്കിയ അലൈൻമെന്റ് പ്ലാനാണ് ദേശീയപാത അതോറിറ്റി അവതരിപ്പിച്ചത്. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നാട്ടുകാരുമായി നടത്തിയ ചർച്ചയിൽ ഈ നിർദ്ദേശത്തിന് പൊതുവായ അംഗീകാരം ലഭിച്ചു. പുതുക്കിയ രൂപരേഖയുമായി മുന്നോട്ടു പോകാൻ മന്ത്രി ഒ.ജെ. ജനീഷ് ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. കൂടാതെ ദേശീയപാത നിർമ്മാണം മൂലം വി.പി. തുരുത്ത് പള്ളിക്ക് സമീപം വെള്ളക്കെട്ടുണ്ടാകുന്നത് ഒഴിവാക്കി മറ്റൊരു സ്ഥലത്തേക്ക് വെള്ളം ഒഴുക്കിവിടാനുള്ള പ്ലാൻ നഗരസഭ തയ്യാറാക്കി പ്രവർത്തിക്കുന്നതനുസരിച്ച് ആവശ്യമായ തുക നൽകി പദ്ധതി നടപ്പിലാക്കുമെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വലിയൊരു പരിഹാരമായതായി പ്രതീക്ഷിക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു. ജനങ്ങളുടെ യാത്രാ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വി.പി. തുരുത്തിലെ ജനങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു പ്രയാസം, അവർക്ക് അവരുടെ പ്രദേശത്ത് നിന്ന് റോഡ് ആക്സസ് മുറിഞ്ഞു പോകുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ റോഡ് വലിയ രീതിയിൽ ഉയരുകയും ആ റോഡ് വി.പി. തുരുത്തിൽ നിന്ന് ജനങ്ങൾ കടന്നു വരുന്ന റോഡ് അടഞ്ഞു പോകുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ നാഷണൽ ഹൈവേയുടെ ഉദ്യോഗസ്ഥന്മാരും മുനിസിപ്പൽ ചെയർപേഴ്സണും മറ്റ് ജനപ്രതിനിധികളെല്ലാവരും കൂടി ഇവിടെ ഈ ഒരു ചർച്ച നടത്തിയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു സജഷൻ, ഇവിടെ നിന്ന് വരുന്ന ജനങ്ങൾക്ക് നാഷണൽ ഹൈവേയിലേക്ക് വലതുവശത്തു കൂടെയുള്ള ഒരു ആക്സസ് റോഡിലൂടെ കയറി കൊടുങ്ങല്ലൂർക്ക് പോകാൻ കഴിയുകയും തിരിച്ചപ്പുറത്ത് എക്സിറ്റ് വേറെ നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പാലത്തിൻ്റെ മുകളിലൂടെ തന്നെ കടന്നു പോകാൻ വേണ്ടി കഴിയും. അതുപോലെ തന്നെ തിരിച്ച് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്ക് വി.പി. തുരുത്തിൽ നിന്ന് വന്ന് ഇടതുവശത്തേക്ക് തിരിഞ്ഞ് പിന്നീട് ക്രോസ് ചെയ്ത് ഹൈവേയിലുണ്ട് സബ് റോഡ് ഉപയോഗിച്ചിട്ട് എറണാകുളത്തേക്ക് പോകാൻ കഴിയുന്ന ഒരു പ്രപ്പോസലാണ് ഇപ്പോൾ പൊതുവെ അംഗീകരിച്ചിട്ടുള്ളത്. ജനങ്ങളുണ്ട് ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെല്ലാം തന്നെ ഇവിടെയുണ്ട്. അവരെല്ലാവരും കൂടി ഒരു അംഗീകാരത്തോടു കൂടി തന്നെ ഈ ഒരു പ്രപ്പോസലായിട്ട് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം നാഷണൽ ഹൈവേ അതോറിറ്റിക്കും കൂടി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല മറ്റൊരു ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശം, റോഡ് ഉയരുന്നതിൻ്റെ ഭാഗമായിട്ട് വെള്ളം ഉയരുന്ന ഭാഗത്തെ സംബന്ധിച്ച് അത് മുനിസിപ്പാലിറ്റിയുടെ ആശങ്ക കഴിഞ്ഞ റിവ്യൂ മീറ്റിംഗിൽ ജില്ലാ കളക്ടറേറ്റ് വിളിച്ചേർത്ത് റിവ്യൂ മീറ്റിംഗിൽ ഉൾപ്പെടെ ഞങ്ങൾ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഭാഗത്തേക്ക് മുനിസിപ്പാലിറ്റി പ്രപ്പോസൽ തയ്യാറാക്കി കൊടുക്കുന്നതിനനുസരിച്ച് നാഷണൽ ഹൈവേ മറ്റെവിടെയെങ്കിലുമൊക്കെ വെള്ളം ഒഴുക്കി കളയുന്നതിന് വേണ്ടുന്ന തരത്തിലുള്ള പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അവർ പണം നൽകാൻ വേണ്ടി കൂടി തയ്യാറാണെന്നുള്ളൊരു പൊതുവായ ധാരണയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പൊതുവിൽ ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഈ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒരു പരിഹാരമായി എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കൊടുങ്ങല്ലൂർ നഗരസഭാ അധ്യക്ഷ ഹണി പീതാംബരൻ, വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ്, ജനപ്രതിനിധികൾ, ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.